മെസ്സേജ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മെസ്സേജ് സിനിമയിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടത്. സാധാരണ പബ്ലിക് ചില ഫിലിമുകളിലൊക്കെ അങ്ങനെ മെസ്സേജ് നമുക്ക് പറയാറുണ്ട്. ഏത് സിനിമയിലാണ് നമുക്ക് മെസ്സേജ്? ഒരുപാട് സിനിമ ഏതൊക്കെയാ? ബ്യൂട്ടിഫുൾ ഫിലിം, എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. ആയിട്ടുണ്ട്, നരേൻ അതിഗംഭീരമായിട്ടുണ്ട്. ഇതിലുള്ള മറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. മീരയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സായിട്ട് അഭിനയിച്ച കുട്ടികൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലികാണ്ടിയുടെ റോള്, അതായത് നരേൻ്റെ അമ്മയായിട്ട് വരുന്ന മല്ലികാണ്ടിയുടെ റോള് അസലായിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂവെങ്കിലും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഹ്യൂമറൊക്കെ ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓർമ്മ കിട്ടിയെന്ന് അതല്ല, അതിനേക്ക് വർഷങ്ങൾ മാറിയിട്ട് നമ്മൾ ആ പേരിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ നൊസ്റ്റാൾജി ശരിക്കും വരും. പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് തോന്നും. ഫസ്റ്റ് ഹാഫൊക്കെ ശരിക്കും ഫുൾ രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അതിൻ്റെ സിനിമയുടെ കാമ്പ് എന്താണെന്ന് ചുരുളഴിഞ്ഞു തുടങ്ങി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വരുമ്പോഴും നമുക്ക് ആ ഫിലിമിൻ്റെ ഫുള്ള് സത്ത് ഫുള്ള് കിട്ടി. സാധാരണ ഈ പത്മനാഭന്റെ പടങ്ങളൊക്കെ സീരിയസ് അല്ലേ? രീതിയിലാണോ? അല്ലല്ല, ഇത് റോങ് കോം അല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും പഠിക്കാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ പടം കാണേണ്ടത്. ഇതൊരു ഫൺ ഫിലിമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകണം. നമുക്ക് മനസ്സ് തട്ടുന്ന കുറേ ബുദ്ധിമുട്ടുള്ള സീൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനത്തിൽ നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇറങ്ങി വരാം. സിനിമ ഒരിക്കലും മെസ്സേജ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മെസ്സേജ് സിനിമയിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടത്. സാധാരണ പബ്ലിക് ചില ഫിലിമുകളിലൊക്കെ അങ്ങനെ മെസ്സേജ് നമുക്ക് പറയാറുണ്ട്. ഏത് സിനിമയിലാണ് നമുക്ക് മെസ്സേജ്? ഒരുപാട് സിനിമ. ഏതൊക്കെയാ? ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട്, പക്ഷേ എല്ലാം മിക്കപ്പോഴും സിനിമ ഇസ് എ വെരി പേഴ്സണൽ തിങ്. എനിക്ക് സിനിമ എന്ന് പറയുന്നത് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് കാണുന്നൊരു സാധനമല്ല. അതിന് നല്ല പുസ്തകങ്ങൾ വായിക്കുക, വലിയ ആൾക്കാരോട്, അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. സിനിമ നമുക്ക് ഒന്നെങ്കിൽ ആസ്വാദനത്തിന്, അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ നമുക്ക് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ചിലത്. അത്രയും ഞാൻ ആസ് എൻ ഓഡിയൻസ് അല്ല. എല്ലാവരുടെയും കാഴ്ചപ്പാട് അത് വ്യത്യാസമാണ്. അത് എക്സാക്ട്ലി എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്.